ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മക്കളോട് ചില കാര്യങ്ങൾ വളരെ ഗൗരവപൂർവം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുള്ള 12ഓളം അപകടങ്ങൾ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 12 കാര്യങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ ഗൗരവപൂർവം തങ്ങളുടെ മക്കളെ ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യണമെന്നതും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ആ 12 കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ മക്കളും അത് കൃത്യമായി അവനവന്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ച് ഈ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഈ അപകടത്തിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് മക്കൾ ചിന്തിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ, അവരതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഞാൻ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കളും ആലോചിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിവിധ വിശ്വാസക്കാരായ സഹപാഠികൾക്ക് ഇടയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വിശ്വാസത്തിൽ മായം കലരാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇസ്ലാമിന്റെ അടിത്തറ എന്നും അതിന്റെ ഏകദൈവ വിശ്വാസം എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ, അവന് അതിൽ വെള്ളം ചേരുവാൻ സാധ്യത ഏറെയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, കയ്യിൽ വേണ എന്തെങ്കിലും കളറിലുള്ള പ്രത്യേക ചരടുകൾ കിട്ടിയത് കാണാൻ പറ്റും. അപ്പൊ ആ ചരട് വേറെ ആരെങ്കിലും അനുകരിച്ച് കിട്ടുന്നതായിരിക്കും. ആ ആളുകളാകട്ടെ ആ ചരടിന്റെ പിന്നിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ആ ചരട് കെട്ടിയാൽ അതിന്റെ എത്ര ചുറ്റ് ചരടുണ്ടോ അതിനനുസരിച്ച് അവർക്ക് അഭൗതികമായ വഴിയിലൂടെ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് തടയപ്പെടുമെന്ന് വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചാൽ അത് തന്റെ വിശ്വാസത്തിൽ മായം കലരുകയാണ്. കാരണം അഭൗതികമായൊരു വഴിയിലൂടെ നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കുവാനും റബ്ബുൽ ആലമീന്, പടച്ച തമ്പുരാന് മാത്രമേ കഴിയൂ എന്നതല്ലേ നമ്മുടെ തൗഹീദ്. അപ്പൊ അത് അല്ലാത്തൊരു രീതിയിൽ നമ്മളുടെ വിശ്വാസം കടന്നു പോകാൻ ഈ വിവരമില്ലാത്ത കുട്ടികൾക്ക് സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വളരെ അഭ്യസ്ത വിദ്യരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഈ ആത്മീയതയുടെ വിഷയത്തിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ചില സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഒരു വെള്ളം അങ്ങനെ ഒറ്റുന്നുണ്ട്, ഒരു ചുമരിന്റെ അടുത്ത് ഒരു വെള്ളം അങ്ങനെ ഒറ്റുന്നുണ്ട്, ഒരു പാത്തിയിലൂടെ ഓരോ ഇറ്റിറ്റ് വെള്ളം ഒറ്റുന്നുള്ളൂ. അതാരോ കൂട്ടത്തിൽ നടന്നു പോകുന്ന ഒരാള് ആ വെള്ളം വെറുതെ എടുത്തിട്ട് ഒന്നിങ്ങനെ അതിനെ ബഹുമാനിച്ച് ആദരിച്ചു. അപ്പൊ പിന്നിൽ വരുന്ന ആളും തന്നെ കൈ കാണിച്ച് കണ്ട് എന്ത് ചെയ്തു, അത് ആദരിച്ചു. അപ്പൊ പിന്നെ എല്ലാവരും അവിടെ തിരക്കായി, പിന്നെ വലിയൊരു ക്യൂ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളില് ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിൽ വെച്ച AC-യിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷെ ഒരു ബോധവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കും. അതേപോലെ തന്നെ പിന്നെ കുറച്ചാണ് നടന്നു പോകുമ്പോ ഒരു പാലത്തിന്റെ അടിയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഒരുത്തം വെറുതെ ചാടിങ്ങാണ്ട് ആ പാലത്തിന്മേൽ തൊട്ടു, എന്നിട്ട് ഇങ്ങനെ വണങ്ങി, പ്രത്യേകമായിട്ട് വണങ്ങി. അപ്പൊ പിന്നെ വരുന്നവരൊക്കെ അവിടെ ചാടിങ്ങാണ്ട് വണങ്ങി. അതായത് ആളുകളുടെ മനസ്സിൽ ഒരു ആത്മീയ ദാഹമുണ്ട് ആൾക്കാർക്ക്. എന്നാൽ യഥാർത്ഥ മതവിശ്വാസത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും വരൂല്ല. അപ്പൊ കണ്ട കല്ലിലും അതുപോലെ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എന്ത് ചെയ്യും, ഇവര് കാശെറിഞ്ഞിട്ടും അവിടെ വണങ്ങിയിട്ടും. കാരണം ചില വണ്ടികളൊക്കെ പോകുന്നുണ്ടാവും, അതിന് ഓരോ ചരടുകൾ കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തുണികൾ കീറി കെട്ടിയിട്ടുണ്ടാവും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോ ദേവികളെയും ദേവന്മാരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ശരിക്കുള്ള ഏകദൈവ വിശ്വാസം വിട്ടുകഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും മനുഷ്യനുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലും ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ കൂടി ക്യാമ്പസിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ തൗഹീദ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല കുട്ടികളും ചെയ്യും. അപ്പൊ പല കുട്ടികളെയും കയ്യുമ്മേ പച്ച കുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അപകടങ്ങളിലേക്ക് എന്ത് ചെയ്യും, അവര് എത്തിപ്പെടും. അതുകൊണ്ടാണ്, ഇതാണ് ഒന്നാമത്തെ അപകടം. ഈ അപകടം ഇത് കുട്ടികളിലേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു പറഞ്ഞു, വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി
വഹുവ യഇദുഹു, ലുക്മാൻ തന്റെ മകനോട് അദ്ദേഹം അവന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ പറഞ്ഞ ഒരു കാര്യം, ഒരു സന്ദർഭം എന്താ? യാ ബുനയ്യ, പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലളുൽമുൻ അളീം, നിശ്ചയമായും ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാകുന്നു എന്നാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തൗഹീദ് ശരിക്കും നമ്മൾ പഠിക്കണം. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ കുട്ടിക്ക് ഈ തൗഹീദ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ മദ്രസ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ആളുകൾക്ക് പലപ്പോഴും സമയമല്ല. അതുകൊണ്ട് കുട്ടികൾ പല വഴിക്കും പോകും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അകപ്പെടാനുള്ള ഒരു സാധ്യത, മാതാപിതാക്കളുടെ ത്യാഗത്തിന്റെ വില അറിയാത്തൊരവസ്ഥ കുട്ടികൾക്ക് അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ്. ഇന്നത്തെ കാലഘട്ടം അതിന് ഒരുപാട് സാക്ഷിയാണ്. ചില കുട്ടികളൊക്കെ കോടതികളിൽ പോയിട്ട് സ്വന്തം മാതാപിതാക്കളുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രംഗങ്ങൾക്ക് എത്രയോ നമ്മൾ സാക്ഷിയായതാണ്. അതായത് ചെറുപ്രായത്തിൽ വളർത്തി വലുതാക്കിയ വാപ്പാനെയും മാനെയൊന്നും എന്തില്ല, ഒരു വിലയില്ല. എവിടെ നിന്നോ, ബസ് സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ എവിടെന്നെങ്കിലും കണ്ട, ബസ്സിൽ നിന്നോ കണ്ട ഏതോ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കൂടിയിട്ട് ഞാൻ അവന്റെ കൂടെ പോവുകയാണ്. അതിന് വാപ്പ തെറ്റിയാലും വേണ്ടില്ല, ഉമ്മ തെറ്റിയാലും വേണ്ടില്ല, കുടുംബങ്ങൾ പണിങ്ങിയാലും വേണ്ടില്ല, നാട്ടുകാർ വിലങ്ങിയാലും വേണ്ടില്ല. അത് അവസാനം കോടതി പോയിട്ട് കോടതി ചോദിക്കുകയാണ് ആരെ കൂടെ പോകണം. അപ്പോഴും തന്നെ ഞാൻ ഇയാളെ കൂടെയാണ്. അതെന്താണ് വാപ്പിയും ഉമ്മയും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്? അതിന്റെ ഒരു ഗൗരവം അവർ അനുഭവിച്ച ആ വാപ്പാന്റെ ഇമ്മാന്റെയും ചെറുപ്പിന്റെ വില പലപ്പോഴും അറിയുന്നില്ല എന്നതാണ്. കാരണം ചെറുപ്പത്തിൽ ചെയ്തു തന്നത് നമ്മുടെ ഓർമ്മയിൽ പലപ്പോഴും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരുണ്ടാക്കി തന്നത്. കാരണം ഉമ്മമാരെ വയറ്റിലാണല്ലോ നമ്മൾ ഗർഭം ധരിച്ചത്. അവരെത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ നമ്മളെ കുട്ടികൾക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ, എന്റെ എല്ലാ ഇഷ്ടത്തിനും എതിര് നിൽക്കുന്ന ഒരു ജന്തുവിന്റെ പേരാണ് വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നതാണ്. അവന് വാപ്പാനോടും ഉമ്മാനോടും സ്വാഭാവികമായും പ്രതിഷേധമാണ് പലർക്കും ഉണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് വാപ്പ എന്ന് പറയുന്നത് ഒരു ATM മെഷീൻ മാത്രമാണ്. അത് പൈസ ആവശ്യമുണ്ടാകുമ്പോൾ ഓർമ്മ വരുന്ന ഒരു നമ്പറും ഒരു പേരുമാണ് വാപ്പ എന്ന് പറയുന്നത്. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിനാന്നും പോലും ചോദിക്കാൻ പാടില്ല. അതൊന്നും ചോദിച്ചാൽ എന്തിനാ നിങ്ങളതറിയേണ്ട കാര്യം എന്നുള്ള ഒരു ടോണാണ് പലപ്പോഴും മക്കളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. അല്ലേ? മക്കളെയൊക്കെ വാപ്പാരെയൊക്കെ കളിയാക്കുന്ന സ്വഭാവങ്ങൾ വരെ അവരെന്തിന്റെ ലോകമൊന്നും ചെയ്യാത്തവരാണ് എന്നൊരു രീതിയിലേക്കൊക്കെ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതായി ഈ വിഷയം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസ്വാലുഹു ഫീ ആമൈൻ അനിഷ്കുറിലി വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളെ പറ്റി നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു. അവന്റെ മാതാവ് ക്ഷീണത്തിനുമേൽ ക്ഷീണത്തോടെ അവനെ ഗർഭം ചുമന്നു. അവന്റെ മുലകുടി അവസാനിപ്പിച്ചിട്ടുള്ള വേർപാടാകട്ടെ 2 വർഷം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. എന്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ തിരിച്ചുവരവ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ശരിക്കും ചെറുപ്രായത്തിൽ നിങ്ങളെ മാതാവ് ഗർഭം ചുമന്നു, എങ്ങനെ മുലയൂട്ടി, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, നന്ദി ചെയ്യണം എന്നാണ്. അപ്പൊ ഇവിടെയുള്ള മക്കൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ മാതാപിതാക്കൾ സഹിച്ച ത്യാഗവും ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ അവരനുഭവിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2 കാലിൽ നിൽക്കാനായത്, അവരോട് വിരൽ ചൂണ്ടി സംസാരിക്കാനൊക്കെ ആയതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാതാപിതാക്കൾ അവഗണിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് കുട്ടികൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുമായുള്ള ബന്ധപ്പെട്ട കടമ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയുമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില വീടുകളിൽ മക്കൾ ചിലപ്പോൾ ഉഷാറായിരിക്കും, അവർ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വിൽക്കുന്നുണ്ടാവും, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ മാതാപിതാക്കൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതായത് മാതാപിതാക്കൾ വീട്ടിൽ അവരായിരിക്കും മോശക്കാര്. കുട്ടികൾ ചിലപ്പോൾ ഖുർആൻ എടുത്ത് ഓതുന്നുണ്ടാവും, പക്ഷെ ആ ഖുർആനോത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ TV വലിയ സൗണ്ടിൽ ഓൺ ചെയ്ത് ഒരു പക്ഷേ വാപ്പ അവിടെ ഇരുന്നത് കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ ദയ്യൂസ് എന്നൊരു പദപ്രയോഗം ഹദീസിൽ കാണാം. നിങ്ങൾ ദയ്യൂസുകളാകരുത്, അവർക്ക് സ്വർഗ്ഗമില്ലാണ്. ആരാ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? സ്വന്തം വീട്ടിൽ തെറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിന് താവളമൊരുക്കുന്ന ആളെയാണ്, കുടുംബനാഥന്റെ പേരാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. സ്വന്തം വീട് മദ്യപിക്കാനുള്ള ഇടമാക്കി മാറ്റുക,
സ്വന്തം വീട് വ്യഭിചാരത്തിനുള്ള കൂട്ടിക്കൊടുപ്പിനുള്ള ഇടമാക്കി മാറ്റുക. എന്തിനധികം സ്വന്തം ഭാര്യയെ അതിനെ നിർബന്ധിക്കുക, അതേപോലെ സ്വന്തം മക്കളെ അതിന് എറിഞ്ഞു കൊടുക്കുക, അങ്ങനെ സീട്ട് കളിക്കാനും അങ്ങനെയുള്ള ഒരു താവളമാക്കി സ്വന്തം വീട് പരിവർത്തിപ്പിച്ചു കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾ നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഉണ്ട്. എന്നാൽ അത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് അവരോടുണ്ടാകേണ്ട നിലപാട് എന്നും ഈ ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ ഖുർആൻ പറഞ്ഞത്? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ഇതാണ് മൂന്നാമത്തെ കാര്യം. അതായത് നിനക്ക് യഥാർത്ഥത്തിൽ യാതൊരു അറിവുമില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ എന്നോട് നീ പങ്കു ചേർക്കുവാൻ അവർ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പക്ഷം അപ്പോൾ നീ അവരെ അനുസരിക്കരുത് എന്നാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? വാപ്പയാണ് ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത്തരം പ്രശ്നങ്ങൾക്കാണ് നിർബന്ധിക്കുന്നതെങ്കിൽ, തെറ്റിനാണ് നിർബന്ധിക്കുന്നതെങ്കിൽ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാനാണ് നിർബന്ധിക്കുന്നതെങ്കിൽ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തി ഖാലിഖ്, ഒരിക്കലും തന്നെ സൃഷ്ടാവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായ ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ പൊതു തത്വം. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? മാതാപിതാക്കൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കേണ്ട ഉത്തരവാദിത്തമില്ല, മക്കൾക്ക് ഇല്ല എന്ന പാഠഭാഗമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ദോഷങ്ങൾ ഉയർത്തി കാണിച്ച് അവരെ പരിചരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് ചില ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യൂല, ചില ആളുകൾക്ക് ദഹിക്കൂല. അതായത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് ഭൗതികമായി ചെയ്തു കൊടുക്കേണ്ട പരിചരണങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഒരു കുട്ടിക്കും ഒരു മകനും തന്നെ സാധ്യമല്ല എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. കാരണം എന്താ അറിയോ? ഏറ്റവും വലിയ കുറ്റം ഏതാ? ശിർക്കല്ല. ഏറ്റവും വലിയ കുറ്റം ശിർക്കാണ്. ആ ശിർക്കിന് താഴെയാണ് ബാക്കി വരുന്ന എല്ലാ പ്രശ്നങ്ങളും. എന്നാൽ ആ ശിർക്ക് ചെയ്യുന്ന ആളാണ് മാതാപിതാക്കൾ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും അവരോട് സ്വീകരിക്കേണ്ട നിയമം എന്താ? തൊട്ടടുത്ത ആയത്ത് പറയുന്നു, നിങ്ങൾ വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ ثم ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഇഹത്തിൽ നീ അവരോട് സദാചാരമനുസരിച്ച് നല്ല നിലക്ക് നീ സഹവസിക്കണം. എന്റെ അടുക്കലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ മാർഗം പിൻപറ്റുകയും ചെയ്യുക. പിന്നീട് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്റെ അടുക്കലേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ ഇതിന് തൊട്ട് മുകളിൽ പറഞ്ഞത് എന്താ അറിയോ? ശിർക്ക് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിക്കണ്ട. എന്നാൽ അതിന് ചേർത്തിയാണ് ഇത് വായിക്കണം. അതിന്റെ ബാക്കിയാണ് ഈ ഭാഗം. എന്നാൽ ഇഹലോക ജീവിതത്തിൽ നീ അവരോട് നല്ല നിലക്ക് എന്ത് ചെയ്യണം? സഹവസിക്കണം എന്നാണ്. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എന്റെ ഗൗരവം, ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്ന പ്രാധാന്യം, സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ശിർക്ക് ചെയ്യുന്നവരാണ്, അല്ല അവർ അമുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളല്ല, അങ്ങനെയാണ് മാതാപിതാക്കളെങ്കിലും ആ വിഷയത്തിൽ മാത്രം വിട്ടു നിൽക്കുകയും വാപ്പ എന്ന നിലക്ക്, മാതാവ് പിതാവ് എന്ന നിലക്ക് അവർക്ക് ഭക്ഷണം, വസ്ത്രം, അതുപോലെ ചികിത്സ, പരിചരണങ്ങൾ, അവർ വാർദ്ധക്യദശയിലായാലുള്ള സഹവാസം, ഇതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. അവരെ നല്ല നിലക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ അവർക്ക് പരിചരണം നൽകുന്നതിൽ നിന്ന് ഓടി ഒളിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ വീടുകളിലൊക്കെ പലപ്പോഴും സംഭവിക്കൽ എന്താ? ശിർക്കൊന്നുമല്ല, അതിന്റെ എത്രയോ താഴെയുള്ള ചില സ്വഭാവ പ്രശ്നങ്ങൾ ചില വാപ്പാർക്കുണ്ടാവും, ചില ഉമ്മാർക്കുണ്ടാവും. ആ സ്വഭാവ പ്രശ്നം പൗർവ്വതീകരിച്ച് കാണിച്ച് അതിൽ ഇസ്ലാമിന് തെറ്റല്ലേ, അങ്ങനെയല്ലേ, എങ്ങനെയല്ലേ, അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് താൻ തന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഹിദ്മത്തുകളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്ന സാഹചര്യം ഇന്ന് വീടുകളിൽ അനവധിയുണ്ട്. അവർക്ക് കൂടിയുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, മക്കൾക്ക് സംഭവിക്കാവുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ത്? എന്നെ ആരും അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവും വരാൻ പോകില്ല എന്നുള്ളതാണ്. കുട്ടികൾ എന്ത് ചെയ്യും? അറിയാതിരിക്കാൻ വേണ്ടി നല്ലോണം ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ കോളേജിലും ക്യാമ്പസിലും ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ
ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, അവരോട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യൂല, പരിചയപ്പെടുകയോ ചെയ്യൂല. കാരണം എന്താ, എന്റെ ഒരു നാട്ടുകാരുണ്ട്, എന്റെ ഒരു കുടുംബക്കാരുണ്ട്, അവന് ഏറ്റവും ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇവിടെ സ്വതന്ത്രമായി നടക്കാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ അവിടെയും തന്നെ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് കൊടുക്കുന്ന ഒരു ഉപദേശം നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നിശ്ചയമായും ഒരു കാര്യം, അതായത് കടുക് മണിയുടെ തൂക്കമായിരുന്നാൽ പോലും ഫതകും ഫീ സുഹറത്തിൻ, ആ ഒരു സാധനം ഒരു പാറക്കെട്ടിനുള്ളിലോ, ഔ ഫിസ് സമാവാത്, ആകാശത്തിലോ, ഔ ഫിൽ അർദ്, ഭൂമിയിൽ എവിടെയെങ്കിലുമോ നീ കൊണ്ടുപോയി വെച്ചാലും അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യവും സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന്. മക്കളെ, ഓരോരുത്തരും കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയും? വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, അധ്യാപകരറിയണില്ല, വാർഡൻ അറിയണില്ല, CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ് അല്ലെ? അങ്ങനെയാണ് ഇപ്പോ ചെറുപ്പക്കാർക്കിടയിലൊക്കെ ക്യാമ്പസിൽ പറയപ്പെടുന്ന അതിനെന്തോ ഒരു പ്രത്യേക സ്ഥലം പറയാറുണ്ട്. CCTVയുടെ നിരീക്ഷണം ഇല്ലാത്ത സ്ഥലത്തിന് ഒരു പ്രത്യേക സോണായിട്ട് പറയാറാണ്. അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുക. കാരണം എന്താ? അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ ആരും കാണൂല, അവിടെ വെച്ച് ലഹരി ഉപയോഗിച്ചാൽ കാണൂല, അവിടെ വെച്ചുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് അവിഹിതമായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആരും അറിയില്ല. അതല്ലെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ ഞാൻ ആരെങ്കിലും ചാറ്റ് ചെയ്താൽ ആരും അറിയാൻ പോണില്ല. ഇങ്ങനെ ആരും അറിയില്ല എന്ന ഒരു ആനുകൂല്യത്തിലാണ് പലരും മുന്നോട്ട് പോണത്. എന്നാൽ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു ധാന്യ കഷ്ണം പല കഷ്ണങ്ങളാക്കിയിട്ട് അത് പാറന്റെ ഉള്ളിലോ ആകാശത്തോ ഭൂമിയിൽ എവിടെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? അത് അള്ളാഹ് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മക്കളെ മനസ്സിലാക്കുക, ആരറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം അറിയുന്ന ഒരു പടച്ചോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നിങ്ങൾ അവർക്ക് സയൻസും ഇംഗ്ലീഷും മാത്സും അതുപോലെ എൻട്രൻസും എക്സാമും എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്തോളി. പക്ഷെ അതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയും? നമ്മൾ നന്നായി ഇപ്പോ തറാവി നിസ്കരിച്ചു, രാത്രി നിസ്കരിച്ചു, 11 റക്അത്ത് വളരെ ദീർഘമായിട്ട് 2-3 മണിക്കൂർ നിന്ന് നിസ്കരിച്ചു. പക്ഷെ ഒതുണ്ടാക്കിയിട്ടില്ലെങ്കിലോ, ഒതുമില്ലാതെ നിസ്കരിച്ചെങ്കിലോ ആ നിസ്കാരം കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. അതേപോലെ നമ്മുടെ മക്കൾക്ക് ഭൗതികമായ എല്ലാ പഠനവും നമ്മൾ എല്ലാ സൗകര്യം ലക്ഷങ്ങൾ ചെലവാക്കി നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ ഈ ഒരു പടച്ചോനപ്പേടി അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ പ്രയോജനപ്പെടൂല. ഇപ്പൊ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം? കേരളത്തിൽ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ജോലി സാധ്യത ഇല്ലാത്ത അവസ്ഥയിൽ പഠിക്കാനും പുറത്താണ് പോണത്, പിന്നെ അവിടെ തുടരുകയാണ്. പണ്ടൊക്കെ ഗൾഫ് പോയിട്ട് വിദേശത്ത് പോയിട്ട് തിരിച്ച് വരികയും ചെയ്തിരുന്നു. ഇന്ന് പോകുന്നവർ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വാപ്പയും ഇവിടെ വീട്ടിലുണ്ടാവും. ആ ICU കിടക്കുന്ന സമയത്ത് വിവരപ്പെടുത്താൻ എന്താ പറയാ, നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ നമ്പർ അയച്ചു തന്നാൽ മതി, ഞാൻ കാശ് അവിടുത്തെ ബില്ല് ഞാൻ പേ ചെയ്തോളൂ, എനിക്ക് ഇവിടുത്തെ ലീവ് കിട്ടൂല, വരാൻ കഴിയൂല എന്ന് പറഞ്ഞു. ഒരു വാപ്പ മരിക്കണ സമയത്തും അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭത്തിൽ പോലും മക്കളെ കിട്ടാത്ത സാഹചര്യത്തിൽ ആ കാലം പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ബോധം ഉണ്ടല്ലോ, പടച്ചോനപ്പേടി എന്നുള്ളൊരു ബോധം, അത് ശരിക്കും മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമായിരിക്കും. അപ്പൊ മക്കൾക്ക് ഈ ഒരു അള്ളാഹ് കാണുന്നുള്ളൊരു ചിന്ത കൊടുത്താൽ നിങ്ങൾക്ക് അവരെ ഏത് ഹോസ്റ്റലിലും കൊണ്ടുപോയാക്കാം, എവിടെയും കൊണ്ടുപോയാക്കാം. പടച്ചോനപ്പേടി ശരിക്കും അത് ശരിക്ക് ചെറുപ്രായത്തിൽ ആ മദ്രസ വിദ്യാഭ്യാസം അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ കുട്ടികൾക്ക് ഇടയിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിസ്കാരത്തിൽ അവർക്ക് വീഴ്ച വരും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, യാ ബുനയ്യ, പൊന്നു മോനെ, അഖിമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? വാപ്പ ഇമ്മി നിർബന്ധിക്കാൻ കാത്തിരിക്കാതെ നമ്മൾ കൃത്യമായി, ഇപ്പോ നമ്മൾ വെക്കേഷനിലാണുള്ളത്, തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്തിന് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് കുട്ടികൾ ശീലിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ 5 വക്തും പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട പിന്നെ 6ാമത്തെ വിഷയമാണ്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇന്ന് നമുക്കറിയാം, ഇന്ന് മക്കൾക്കൊക്കെയുള്ള ഒരു പ്രശ്നം, ഉപദേശം എന്ന് പറയുന്നത് ഒരു പ്രഹസനമാണ്. അതായത് ഉപദേശം അവർക്ക്, അതിനാണ് തന്തവൈബ് എന്ന് പേരഞ്ഞിട്ടില്ല. ഉപദേശിക്കുന്ന ആൾക്കാരൊക്കെ അത് തന്തവൈബാണ്, അങ്ങനെ പരിഹസിക്കണം. അത് ആരാ പരിഹസിക്കുന്നത്? നിസ്സാരക്കാരൊന്നുമല്ല. 2025 ഒരു കൂടുതൽ ഉപയോഗിച്ച പുതിയൊരു മലയാള വാക്കായിട്ട് മലയാള മനോരമ പത്രം പരിചയപ്പെടുത്തിയത് ഈ തന്തവൈബ് എന്നുള്ള വാക്കാണ്. അതായത് വളരെ പരിഹസിച്ച് പറയുന്ന ഒരു സ്വഭാവം. എന്നാൽ കുട്ടികളോട് കൃത്യമായി പറയുന്നു, വഅ്മുറു ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ.
നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും ചെയ്യണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മെസ്സേജാണത്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 8ാമത്തെ കാര്യമായിട്ട് ഇന്ന് കുട്ടികളിലുള്ള വലിയൊരു പ്രശ്നമാണെന്ത്, പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവം, ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഇന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പിന്നെ എന്തും ചെയ്യും എന്നുള്ളൊരു സാഹചര്യം. ഇപ്പൊ ആ ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി താമരശ്ശേരിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് സ്വന്തം സഹപാഠികളാണെന്ത് തലക്കടിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊല്ലുന്നത്. ആ അടിച്ച് അവർ ആശുപത്രിയിലായ സമയത്താണ് വാട്സപ്പിൽ എന്ത് ചെയ്യുന്നത്, മെസ്സേജ് വിടുന്നത്, അവരെ കണ്ണൊന്ന് പോയി വെക്കുന്നത്. അത് പറയുന്നതിന് ഒരു കുറ്റബോധം അവർക്ക് തോന്നുന്നില്ല. അത് 4 ആള് കൂടിക്കഴിഞ്ഞാൽ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പെട്ടെന്ന് വയലന്റായി കത്തിയെടുത്ത് കുത്തുക, തോക്കെടുത്ത് വെടിവെക്കുക, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ മിക്കവാറും ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഞാൻ മക്കളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ ഇപ്പൊ നമുക്ക് അധ്യാപകനോട് കൊലവിളി നടത്തിയ ഒരു സംഭവം നമ്മൾ കണ്ടു. നമ്മളെ പുറത്തിറങ്ങിയാൽ ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നത് ഒരു +2 പഠിക്കുന്ന കുട്ടിയാണ്. അതുപോലെ മക്കള് മാതാപിതാക്കളെടുത്ത് വന്ന് പറയണത് എന്താ, എനിക്ക് ആ ഫോണ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ. അത് ചെയ്യുമെന്ന് പറയാൻ മാത്രമല്ല, ചെയ്യുന്ന കുട്ടികളെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആ പെരന്റെ മുകളിൽ കയറിയിട്ട് ചാടും, അല്ലെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് കംപ്ലീറ്റ് പാത്രങ്ങൾ എടുത്ത് എറിയുക, ഉടക്കുക. ഒരു പിഞ്ഞാണക്കൂട്ടിൽ കാള കയറിയതുപോലെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മക്കൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇതിന്റെ ശേഷം പറയുന്നത് വസ്ബിർ അലമാ അസ്വാബക, വസ്ബിർ, നീ ക്ഷമിക്കണം, ക്ഷമ കൈക്കൊള്ളണം. എന്തിൽ? നിനക്ക് ബാധിക്കുന്ന എന്തെല്ലാം ആപത്തുകളും കാര്യങ്ങളുമുണ്ടോ അതിലെല്ലാം നീ ക്ഷമ കൈക്കൊള്ളണം മോനെ എന്നുള്ള ആ ഒരു ഉപദേശത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളുകയും വേണം. മാതാപിതാക്കൾ ഈ ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ പുതിയ തലമുറക്കുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ആളുകളൊക്കെ വളരെ നിസ്സാരന്മാരായിട്ട് കാണും, നെവർ മൈൻഡ് ആയിട്ട് കാണും. ആരും ഒരു വില ഇല്ലാത്തൊരവസ്ഥ. അതായത് ഇപ്പൊ ഒരു മയ്യത്ത് കിടത്തിയ ഒരു റൂമിനുള്ളിലേക്ക് വരികയാണെങ്കിൽ പോലും ഒരു മയ്യത്തിനെ കാണാനാ വരുന്നു എന്ന് പോലും കണ്ടാൽ തോന്നില്ല. ആ നടന്നു പോണ രംഗവും അവന്റെ ഡ്രസ്സും അവന്റെ ബനിയനിലുള്ള ചിത്രങ്ങളും അതുപോലെ അവന്റെ മുടി വെട്ടിയ രൂപവും അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു ചെയ്തിട്ട് ആരുടെ മുഖത്തും നോക്കാൻ അവനെ പോലെയുള്ള ആളുകളോട് മാത്രം സംസാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു വളരെ എല്ലാവരും ഒരു പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു സമീപനം അല്ലേ? അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിക്കുകയോ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് ചിറി കൊണ്ടൊരാംഗ്യം കാണിച്ച് പോകുന്ന ഒരവസ്ഥ, ഗോഷ്ഠി കാണിച്ചു പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതും തന്നെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശേഷം പറയുന്നത് നോക്കൂ നിങ്ങൾ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ മനുഷ്യരോട് നിന്റെ കവിള് ഒരിക്കലും നീ കോട്ടരുത്, അഥവാ മുഖം തിരിക്കരുത്. എത്ര കൃത്യമാണ് നോക്കിങ്ങൾ. അതായത് വിശുദ്ധ ഖുർആൻ ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ കുറിച്ച് പറയുന്ന ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമാണ് നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങളെ വാപ്പിയും മുസ്ലിം ആണെങ്കിൽ, നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ എല്ലാവരും കാണിക്കുന്ന കോർങ്ങേടുകൾ, അതുപോലെ തന്നെ ഈ ഗോഷ്ഠികൾ, കണ്ണിറുക്കങ്ങൾ, അങ്ങനെ ആളുകളെ നിസ്സാരമാക്കുന്ന സ്വഭാവം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. പുച്ഛിക്കാൻ പാടില്ല. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയാണ്. അതെന്താ? ഒരു അഹങ്കാരം, ഒരു അഹന്ത, ഞാൻ ആർക്കും വില വെക്കൂല എന്നുള്ള ഒരു സാഹചര്യം. അത് കുറച്ച് മുടിയൊക്കെ ഒന്ന് വളർത്തി വേറെ പ്രത്യേക രൂപത്തിലുണ്ടായാൽ പിന്നെ അവൻ ആരും വില വെക്കൂല എന്നുള്ള ഒരു സ്വഭാവമാണ് പലപ്പോഴും. തൊട്ടടുത്ത് പറയുന്നു നിങ്ങൾ, വലാ തംശി ഫിൽ അർളി മർഹാ, അഹന്ത കാട്ടി ഭൂമിയിലൂടെ നീ നടക്കുകയും ചെയ്യരുത് മോനെ. നിങ്ങൾ എത്ര ഗൗരവമാണ് ആ ഒരു ഉപദേശം. ആ ഉപദേശം കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഒരിക്കലും തന്നെ ദുരഭിമാനിയായ ഓരോ അഹങ്കാരിയെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ അഹങ്കാരം മനസ്സിൽ വെച്ച് അത് ബോഡി ലാംഗ്വേജിലും ബോഡി ഷേപ്പിലും വാചകത്തിലും പദപ്രയോഗങ്ങളിലും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പടച്ചോന്റെ ഒരു കാവൽ അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമി നടന്നു പോകൽ. അത് ഇതിന്റെയൊക്കെ ബാക്കി തന്നെയാണ് പറയുന്നത്. അത് നടത്തത്തിൽ ഒരു മിതത്വം ഉണ്ടാകണം എന്നതാണ്. ഇപ്പൊ ഇന്ന് നമ്മളെ മക്കൾക്ക് കാണുന്നൊരു സ്വഭാവമാണ്,
ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യാനുള്ള ബൈക്കല്ല ആവശ്യം, മറിച്ച് ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന വലിയൊരു ബൈക്കാണ്. ആ ബൈക്ക് ഒരു കുതിരപ്പുറത്ത് കയറണ പോലെ കയറണം. എന്നിട്ടോ ആ ബൈക്കിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതല്ല ആവശ്യമല്ല. ആ ബൈക്ക് മാളുകളുടെ മുമ്പിലൂടെ അതിന്റെ സൈലൻസറൊക്കെ മാറ്റി ഒരു പ്രത്യേക രീതിയിൽ 2-3 ആളുകളൊക്കെ അതിൽ കയറി ആ അങ്ങാടിയിലുള്ള ആളുകൾ എവിടെയെങ്കിലും ഹോട്ടലിൽ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി ഇറങ്ങി വന്ന് നോക്കണ കോലത്തിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കണ്ട് പൊട്ടിച്ചു പോണ സ്വഭാവം ഇതൊന്ന് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് എന്തിനാ പോകാൻ വേണ്ടി പോകുന്നത്, എത്ര സ്പീഡിൽ വിടാൻ പറ്റും നോക്കന്നെ അല്ലെ. അങ്ങനെ എത്ര അപകടങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നാ തൊട്ടടുത്ത് പറഞ്ഞ ഉപദേശം എന്താ, നീ നിന്റെ നടത്തത്തിൽ കരുതിക്കൊള്ളുക, അഥവാ മിതത്വം പാലിക്കുക. അതായത് നടന്നു പോകും ആളുകൾക്കിടയിലൂടെ പോകുമ്പോൾ എന്ത് വേണം, ഒരു മിതത്വം വേണം, ഒരു ഒതുക്കം വേണം. ഇതൊന്നും നമ്മളെ പുതിയ തലമുറക്കില്ല. അതുകൊണ്ട് മക്കളെ, നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഞാനത് ആവർത്തിച്ച് പറയണം, മുസ്ലിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ തോന്നിയത് ചെയ്യാം. നമ്മൾ അല്ലാഹുവിനെ റസൂലിനെ അംഗീകരിക്കും വിശ്വസിക്കും ചെയ്യണവരാണെങ്കിൽ ഈ സ്വഭാവമൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. കാരണം എവിടെ ആയിരുന്നാലും ഇപ്പൊ ഒരു പരിസരബോധമില്ലാത്തൊരവസ്ഥ ഇന്ന് നമ്മുടെ മക്കളിൽ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് അനാവശ്യവും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം. അതായത് ഇന്നത്തെ പദപ്രയോഗങ്ങളൊക്കെ വളരെ പ്രഹരശേഷിയുള്ള വിഷം കലർന്ന വെറുപ്പ് കലയുന്ന പദപ്രയോഗങ്ങളാണ് പലപ്പോഴും കാണുന്നത്. എന്താ ഖുർആൻ ശേഷം പറഞ്ഞത്, ഇന്ന അൻകറൽ വഗ്ളു മിൻ സൗതിക്, നിന്റെ ശബ്ദത്തിൽ നിന്ന് അല്പമൊന്ന് നീ താഴ്ത്തുകയും ചെയ്യുക. ഉറക്കെ ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല. കാരണം ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, നിശ്ചയമായും ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും വെറുപ്പായത് കഴുതകളുടെ ശബ്ദമാകുന്നു എന്നാണ്. അതായത് ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മാതാപിതാക്കളും. എന്താ തന്തേ, എന്താ തള്ളേ എന്ന് ചോദിക്കുന്ന കുട്ടികളൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കായി വാക്കൊക്കെ കടലിൽ കലക്കിയാൽ പിന്നെ അതിന്റെ ചെറു നീങ്ങും സുഹൃത്തുക്കളെ? ഒരിക്കലും നീങ്ങില്ല. ഒരിക്കലും പറഞ്ഞു പോകരുതോ. ഒതുങ്ങി ജീവിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പൊ എവിടെന്നെങ്കിലും ഒരു പാട്ടാണ് കേട്ടാൽ മതി. അത് പണ്ട് സിനിമകളിലൊക്കെ കണ്ടിരുന്ന സംഗതി അങ്ങാടികളിൽ നടക്കുകയാണ്. ഒരു വിവാഹം നിശ്ചയിച്ചാല് അവിടെയും തന്നെ പിന്നെ ആ വരനും വധുവും ഒക്കെ ആടിപ്പാടി എവിടുന്ന് പേർക്ക് അത് പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലാകില്ല. അതുപോലെ അങ്ങാടിയിൽ വെച്ച് ഒരു പാട്ട് എവിടുന്നെങ്കിലും ഒരു മ്യൂസിക് കേട്ടാൽ അപ്പൊ അതിനനുസരിച്ച് തുള്ളുന്നൊരു സ്വഭാവം. എന്റെ വാപ്പ കണ്ടാ തോന്നുന്നത്, എന്താ തോന്നുന്നത്, എന്റെ മൂത്താപ്പ കണ്ടാ എന്താ തോന്നുന്നത്, എന്റെ നാട്ടുകാരാണല്ലോ അവിടെ ഉള്ളത്, പള്ളിക്കത്തെ മൗലവിയാണല്ലോ അവിടെ ഉള്ളത്, ഒരു പ്രശ്നം ആയിരിക്കില്ല. ഈ ഒരു ലജ്ജ എന്ന് പറയുന്ന സംഗതി തന്നെ എടുത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം 12 കാര്യങ്ങൾ മകനെ വിളിച്ചു പറഞ്ഞത് ഈ സമകാലിക സാഹചര്യത്തിൽ മാതാപിതാക്കൾ മക്കളോട് അത് പറയും വേണം. മക്കൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുകയും വേണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സന്ദർഭങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നടപടിക്രമമാണ്. അതായത് ആളുകൾക്ക് നല്ല ഉപദേശം കൊടുക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ആ സന്ദർഭത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ കുഴി പിന്നെ ആയിട്ടില്ല, അതിന് കുറച്ചുകൂടി പണിയുണ്ട്. അപ്പൊ ആ മയ്യത്ത് മറവ് ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടായപ്പോൾ റസൂലുള്ള ആ സന്ദർഭം വെച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് ആളുകളോട് പറഞ്ഞതായിട്ട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ സമയത്ത് മരണത്തെക്കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ഒരു ഓർമ്മ കിട്ടും, ബോധം കിട്ടും. അതേപോലെ തന്നെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആടിനെ കണ്ടു. ആ ചത്ത ആടിനെ കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വലിച്ചിടുക ചെയ്യുക. അത് മാത്രമല്ല റസൂലുള്ള അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ദുനിയാവിന്റെ നൈമിഷികത, ഈ ചത്ത ആടിനെ ആർക്കും വേണോ ചോദിച്ചു, ആർക്കും വേണ്ട, അതിനേക്കാളും മോശമാണ് എന്ത് നിങ്ങൾ ഈ ദുനിയാവ് എന്ന് പറയുന്നത്, അതിന്റെ പിന്നാലെ വല്ല നടക്കണ്ട. അത് ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു 500 പേജുള്ള പുസ്തകത്തിലുള്ള ആശയം മനസ്സിലായി. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമീപനം. ഏറ്റവും നല്ല അധ്യാപകൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് എന്തൊക്കെ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ ആ ട്രെയിനിങ്ങിന്റെ അങ്ങേതല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഇന്ന് എല്ലാവർക്കും ഉത്കണ്ഠയുള്ള ഒരു കാലഘട്ടം. ഞാൻ പറയുന്നത് ആ ഉത്കണ്ഠ തീർക്കാൻ പറ്റിയ ഒരു കാലമാണ് ഈ വെക്കേഷൻ കാലം എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ കാണിക്കാന്ന് പലരും ചോദിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഈ കാലം നമുക്ക് കുട്ടികളെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ കാലമാണ്. കാരണം എന്താ,
നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ കുട്ടികൾ സാധാരണ വീട്ടിലുണ്ടാവില്ല, അവർ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും. എന്നാൽ വെക്കേഷൻ ആവുമ്പോൾ നമ്മളും ഉണ്ട് അവരും ഉണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം. അതായത് മക്കൾ വീട്ടിലുണ്ട് എന്ന ഓർമ്മയോടുകൂടി എന്ത് ചെയ്യുക, വെറുതെ അവിടെയും ഇവിടെയും പോയിരിക്കാതെ പരമാവധി സമയം വീട്ടിലുണ്ട്. നമ്മൾ അത്യാവശ്യ ജോലി കാര്യങ്ങളും കഴിഞ്ഞാൽ വെറുതെ അങ്ങാടിയിൽ കറങ്ങി നിൽക്കാതെ വേറെ എവിടെയെങ്കിലും കറങ്ങി നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും പെരേക്ക് വരുന്നതിന് പകരം നേരത്തെ എത്തുക. പരമാവധി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഈ വെക്കേഷനിൽ കൂടുതൽ കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നേരത്തെ 12 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ കുട്ടികളോട് ഒരൊറ്റയടിക്ക് വിളിച്ചിട്ട് പറഞ്ഞു വിടാൻ പറ്റൂല. അതൊക്കെ സന്ദർഭവും സാഹചര്യവും നോക്കി കുട്ടികളെ നന്നായി സ്നേഹിച്ച് അണച്ച് പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ കഴിയണം. ഇന്ന് സംഭവിക്കണം എന്താ വെച്ചാൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് കൂടുതൽ ബന്ധം ആരോടാ? അത് ഓൺലൈനിൽ ആരാ ബന്ധപ്പെടുന്നത് വെച്ചാൽ അവരോടാണ് ബന്ധം, ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരോടാണ് ബന്ധം. അപ്പൊ അവരെ സംസ്കാരത്തിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബോധപൂർവം നമ്മളെ മക്കളുമായി സംസാരിക്കണം, ഒന്നിച്ച് യാത്ര ചെയ്യണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, അവരെ കൂട്ടിപ്പിടിക്കണം, അവരെ വിഷമങ്ങൾ നമ്മൾ അറിയണം. ഒരു കുട്ടിക്ക് തോന്നുന്നത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പാനോട് പറയാം, എൻ്റെ ഉമ്മാനോട് പറയാം എന്ന ഒരു ഫീലിംഗിലേക്ക് മക്കളും പിന്നെ മാതാപിതാക്കളും എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഏറ്റവും ഇപ്പോൾ ഒരു വെക്കേഷൻ സന്ദർഭത്തിൽ നടക്കുന്ന ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിലേക്ക് ആ കുട്ടികളെ അയക്കാം. ഇൻഷാ അല്ലാഹ് ഒരു സന്ദർഭം കൂടി വരുന്നുണ്ട്. കുട്ടികളെ ഈ വഴി തെറ്റുന്ന സാഹചര്യത്തിൽ അവരെ നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ മെയ് 11 പെരിന്തൽമണ്ണ, നമ്മളെ തൊട്ടടുത്ത പ്രദേശം, ഒരു വലിയ വിദ്യാർത്ഥി സമ്മേളനം നടക്കുകയാണ്. അവിടെ നടക്കണത് എന്താ അറിയോ? ശരിക്കും ആധുനിക കാലഘട്ടത്തിൽ കുട്ടികളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ, നമ്മൾ പത്രങ്ങളിലൂടെ കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള ശരിയായ പരിഹാരം കുട്ടികളുടേതായ ഭാഷയിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ പ്രഭാഷകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അവതരിപ്പിക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ്. ഇവിടുന്ന് ആകെ 25, 30, 40 മിനിറ്റേ ഉള്ളൂ. നമ്മളെ മുഴുവൻ മക്കളെ, ആൺകുട്ടി 8ാം ക്ലാസ് മുതൽ ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ നമ്മളതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം. അത് നമ്മളെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ നമ്മുടെ എളാപ്പാനും മൂത്താപ്പാനും നമ്മുടെ പിന്നെ കുടുംബക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ എത്തിക്കണം. എന്തിനാ? ഈ കുട്ടികൾ നമ്മുടെ മക്കളായിട്ട് മാറാൻ. അപ്പൊ ഈ സാഹചര്യം എന്തിനാ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ക്യാമ്പുകൾ ഇപ്പോൾ ഏപ്രിൽ 23 തിരുവനന്തപുരത്തുണ്ട്, 24 കോഴിക്കോടുണ്ട്, 24 എറണാകുളത്തുണ്ട്, 26 കണ്ണൂരിലുണ്ട്, 27 തിരൂരിലുണ്ട്, മെയ് 1 കൊല്ലത്തുണ്ട്, മെയ് 4 നമ്മൾ അടുത്ത പ്രദേശമായ മണ്ണാർക്കാടുണ്ട്. അതൊക്കെ പറയാൻ കാരണം നിങ്ങളെ കേരളത്തിൽ എവിടെയാകട്ടെ നിങ്ങളെ കുടുംബക്കാർ അവർക്കൊക്കെ വിവരം വിളിച്ചു പറയാം. കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഈ അവസരം കിട്ടിങ്ങാണ്ട് അവിടെ പോയിട്ട് ഈ സിർക്കും ഖുറാഫാത്തും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഹജ്ജ് ചെയ്യണതെങ്കിൽ ആ ലക്ഷം വെറുതെ പോകും. അതുകൊണ്ട് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല ക്ലാസ്സുകളാണ്. അപ്പൊ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ആ സന്ദർഭത്തെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഈ വെക്കേഷൻ കാലയളവും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഈ ലഹരിയിൽ നിന്ന് അവരെ തിരിച്ചുപിടിക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം വഖഫ് ബില്ല് നിയമമായി മാറി. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളും എല്ലാവരും ഒന്നിച്ച് പ്രയത്നിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ അതിൽ സുപ്രീം കോടതി വളരെ കൃത്യമായ ചില ഇടപെടലുകൾ നടത്തിയൊരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. ബില്ല് തത്വത്തിൽ സ്റ്റേ ചെയ്തിട്ടില്ല എങ്കിലും, വാചികമായി സ്റ്റേ ചെയ്തിട്ടില്ല എങ്കിലും അതിന്റെ ഉള്ളടക്കത്തെ യഥാർത്ഥത്തിൽ സ്റ്റേ ചെയ്ത വളരെ അനുകൂലമായ പ്രതീക്ഷാനിർഭരമായ ഒരു സന്ദർഭം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒട്ടുമേ നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു അരാജകത്വത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകേണ്ടതില്ല. ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഈ വാദങ്ങൾക്ക് ഇടയിൽ അനുകൂലമായ ഒരുപാട് ഉത്തരവുകളും നിരീക്ഷണങ്ങളും ഉണ്ടാവുകയും അന്തിമവാദം പറയുമ്പോൾ ഇതിന് എതിരായി വാദം വിധി വരികയും ചെയ്യുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും കോടതികളിൽ നിന്നൊക്കെ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നിയമപരമായ പോരാട്ടം നടത്തുക, അതോടൊപ്പം ഇവരുടെയൊക്കെ മനസ്സ് മാറ്റാൻ കഴിവുള്ളവൻ പടച്ച തമ്പുരാണ്, റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ട് ഇതിന് ഏറ്റവും നല്ല ഒരു അന്തിമമായ നല്ലൊരു വിധി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത ആ സ്വത്ത് നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പേരിൽ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന എല്ലാ ശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ എത്തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി അള്ളാഹു വളർത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.